ഹിമാചൽ പ്രദേശിലെ കിന്നൌർ താഴ്വരയുടെ ഹൃദയഭാഗത്തുള്ള കൽപ്പ എന്ന ഗ്രാമത്തിൽ അരങ്ങേറുന്ന വിസ്മയകരമായ ഒരു സാംസ്കാരിക വിരുന്നാണ് റൌലാന ഫെസ്റ്റിവൽ. 5000-ഓളം വർഷത്തെ പഴക്കമുള്ള ഈ ഉത്സവം കേവലം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് ആ നാട്ടുകാരുടെ പുരാതനമായ വിശ്വാസങ്ങളുടെയും പ്രകൃതിയുമായുള്ള അവരുടെ ഗാഢമായ ബന്ധത്തിന്റെയും അടയാളമാണ്. ശൈത്യകാലത്തിന്റെ കഠിനമായ മഞ്ഞുവീഴ്ചയിൽ നിന്ന് വസന്തത്തിന്റെ നന്മയിലേക്കുള്ള മാറ്റത്തെയാണ് ഈ ഉത്സവം പ്രധാനമായും അടയാളപ്പെടുത്തുന്നത്. മഞ്ഞുകാലത്ത് ഗ്രാമങ്ങളിൽ വസിച്ചിരുന്ന സൗനി എന്ന് വിളിക്കപ്പെടുന്ന മലദൈവങ്ങൾ, മൗണ്ടൻ ഫെയറീസ്, വസന്തകാലത്തിന്റെ വരവോടെ തിരികെ ഹിമാലയൻ കൊടുമുടികളിലേക്ക് യാത്രയാകുന്നു എന്നതാണ് ഈ ഉത്സവത്തിന്റെ പിന്നിലെ സങ്കല്പം. അവർക്ക് സന്തോഷപൂർവമായ ഒരു യാത്രയയപ്പ് നൽകുന്നതിനായാണ് ഗ്രാമവാസികൾ റൌലാനെ ആഘോഷിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ ഏറ്റവും കൗതുകകരമായ വശം ഇതിലെ വേഷവിധാനങ്ങളാണ്. പുരുഷന്മാർ വധൂവരന്മാരായി വേഷമിടുന്ന സവിശേഷമായ ഒരു പ്രതീകാത്മക വിവാഹം ഈ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നു. വധുവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷൻ റൌലാനെ എന്നറിയപ്പെടുന്നു. തലമുറകളായി ഗ്രാമത്തിലെ കുടുംബങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന കിലോക്കണക്കിന് ഭാരമുള്ള സ്വർണ്ണ-വെള്ളി ആഭരണങ്ങൾ അണിഞ്ഞാണ് റൌലാനെ പ്രത്യക്ഷപ്പെടുന്നത്. മുഖം പൂർണ്ണമായും വസ്ത്രം കൊണ്ട് മറച്ചിരിക്കും. വധുവിനോടൊപ്പം റൌള എന്ന പേരിൽ വരനും അണിനിരക്കുന്നു. ഗ്രാമത്തിലെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി ഈ വധൂവരന്മാർ ക്ഷേത്രമുറ്റത്ത് ഒത്തുകൂടി പ്രത്യേക താളത്തിൽ നൃത്തം ചെയ്യുന്നു. ഇവർക്കൊപ്പം സൺബുണ്ടിലു എന്നറിയപ്പെടുന്ന മുഖം മൂടി ധരിച്ച രൂപങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ദുഷ്ടശക്തികളെ ഗ്രാമത്തിൽ നിന്ന് തുരത്താനാണ് ഈ രൂപങ്ങൾ വരുന്നത് എന്നാണ് വിശ്വാസം. കൽപ്പയിലെ പുരാതനമായ നാഗിൻ നാരായണ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് പ്രധാന ചടങ്ങുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൊടും തണുപ്പിനെ വകവെക്കാതെ ഗ്രാമവാസികൾ ഉയർന്ന മലനിരകളിലേക്ക് പോയി അവിടെ നിന്ന് അപൂർവമായ കാട്ടുപൂക്കൾ ശേഖരിച്ചു കൊണ്ടുവരുന്നു. ഈ പൂക്കൾ ദേവതകൾക്ക് സമർപ്പിക്കുന്നതോടെ ഗ്രാമത്തിൽ വസന്തകാലം ഔദ്യോഗികമായി ആരംഭിച്ചതായി കരുതപ്പെടുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗ്രാമത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേരുന്ന ഈ വേളയിൽ പരസ്പരം സത്തു, ബാർലിപ്പൊടി എറിഞ്ഞ് സന്തോഷം പങ്കുവെക്കുന്നതും പതിവാണ്. സന്ദർശകർക്കും സഞ്ചാരികൾക്കും ഈ ഉത്സവം ഒരു നയനമനോഹരമായ കാഴ്ചയാണെങ്കിലും ഗ്രാമവാസികൾക്ക് ഇത് അതീവ പവിത്രമായ ഒന്നാണ്. പുറം ലോകത്തു നിന്ന് ആളുകൾ എത്തുന്നത് കുറവായതുകൊണ്ട് തന്നെ ഈ ആചാരത്തിന്റെ തനിമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രകൃതിയെയും ദൈവങ്ങളെയും ഒരേപോലെ ആരാധിക്കുന്ന ഈ ചടങ്ങ് ഹിമാലയൻ സംസ്കാരത്തിന്റെ ആഴം വിളിച്ചോതുന്ന ഒന്നാണ്. മാർച്ചിലെ കൊടുംതണുപ്പ് മാറി തുടങ്ങുന്ന സമയത്ത് കിന്നൌറിലെത്തുന്ന ഏതൊരാൾക്കും ഈ പൗരാണിക അനുഭവം അവിസ്മരണീയമായ ഒരു ഓർമ്മയായിരിക്കും.